ചില സമയത്തെ നമ്മുടെ ജിൻഡോയുടെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നല്ല ഭയങ്കര റേഞ്ചിലൊരു കാര്യം ചെയ്യും, പിന്നെ വളരെ ലോയിൽ ഒരു മണ്ടത്തിലും കാണിക്കും. അതുതന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മളെ ജാസ്മിനും നോറയും തമ്മിൽ ജയിലിൽ പോയി. അവിടെ വെച്ച് അവർക്ക് കൊടുത്ത പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് കുറച്ച് മുത്ത് കൊടുത്തിട്ട് മാല കോർക്കുക എന്നുള്ളതാണ്. ഈ മാല കോർക്കൽ നമ്മൾ പണ്ട് എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുന്നത് നമ്മൾ റിയാഫും ഡോക്ടർ റോബിനും കൂടെ പോയി മാല കോർത്തു. അപ്പോൾ അതിന് ഫീനായൊരു സംഭവമുണ്ട്. അതാണ് എപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ആ മാല കുരുക്കുന്ന നമുക്ക് ഓർമ്മ വരും. അതുപോലെ ഒരു മാല കുരുക്കാനാണ് ഇവർ രണ്ടുപേരെയും കൂടെ വിട്ടത്. പ്രത്യേകിച്ച് ജാസ്മിനും നോറയും ബദ്ധ ശത്രുക്കളായ രണ്ടുപേരാണ്. അവിടെ പലതും പ്രതീക്ഷിക്കാതിരിക്കാം ഒരുപക്ഷെ ബിഗ് ബോസ് ഇവരെ വിട്ടത്. പക്ഷേ അവിടെ ഒന്നും നടന്നില്ല, മാല കുരുക്കലും ഒട്ടും നടന്നില്ല. രാവിലെ ബിഗ് ബോസ് ഇവർ രണ്ടുപേരെയും വിളിച്ച് പുറത്ത് പൊക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ജിൻഡോ വളരെ വൈകിയാണ് ശേഷം താക്കോൽ എടുത്തുകൊണ്ട് വന്ന് ജയിലിൽ തുറന്ന് ഇവരെ രണ്ടുപേരെയും പുറത്ത് വിട്ടു. പുറത്ത് വിട്ടതിന് ശേഷം പുറത്ത് വിടുന്നതിന് മുമ്പ് ജിൻഡോ ചോദിക്കുന്നുണ്ട്, മാലയെല്ലാം കൊരുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് തർക്കുത്തരവാണ് രണ്ടുപേരും പറയുന്നത്. ഏതായാലും മാല കൊടുത്ത മാലയുമായിട്ട് നമ്മുടെ ജിൻഡോ എല്ലാ മത്സരാർത്ഥികളെയും വിളിച്ച് കാണിക്കുന്നുണ്ട്. പകുതി മുത്തും അവിടെ ഇരിപ്പുണ്ട്, മാലയൊന്നും കൊരുത്തിട്ടില്ല. 2-3 മുത്തുകൾ ഇങ്ങനെ കൊരുത്ത് മാലയാക്കി ഇതെല്ലാം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജിൻഡോ ചോദിക്കുന്നുണ്ട്, എല്ലാവരും ജയിലിൽ പോകുന്നതാണ്, ജയിൽ എന്ന് പറയുന്ന പണിഷ്മെൻ്റാണ്. അവിടെ പോയി ബിഗ് ബോസ് ഒരു ജോലി കൊടുത്തു, അത് നേരെ ചെയ്യത്തില്ല. അത് നമുക്ക് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് വരും. അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല. അത് ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ നോക്കി ബിഗ് ബോസിനോടായിട്ട് പറയുകയാണ്, ബിഗ് ബോസെ നിങ്ങൾ ഒരു പണിഷ്മെൻറ്റ് ജയിൽ വാസത്തിനുള്ള പണിഷ്മെൻറ്റ് കൊടുത്തു, മാല കൊരുക്കുക എന്നുള്ളത്. ആ മാല കൊരുത്തത് അത് പൂർണ്ണമായിട്ട് കൊരുത്തിട്ടില്ല, എല്ലാ മുത്തുകളും ബാക്കിയാണ്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നാളെ ഞങ്ങൾ ജയിലിൽ പോയാലും ഇങ്ങനെയൊക്കെ ചെയ്യൂ, അത് ചോദ്യം ചെയ്യാൻ ബിഗ് ബോസിനാവില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ആവശ്യമില്ലാതെ എന്നോട് മെക്കിട്ട് കയറും, അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കലാശിക്കും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനിത് ബിഗ് ബോസിനോട് പറയുകയാണ്, ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ബിഗ് ബോസ് ഇത് കണ്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ നാളെ ഞങ്ങളും ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് ബിഗ് ബോസിനോട് ജിൻഡോ പറയുക. അതാണ് ബിഗ് ബോസിനെ പോലും വെട്ടിലാക്കുന്ന ഒരു നീക്കമാണ് ജിൻഡോ ഇവിടെ നടത്തിയത്. കാരണം ഇത് ചോദ്യം ചെയ്യാൻ ബിഗ് ബോസും ഇനി കഴിയാതിരിക്കുമോ? ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഒരുപക്ഷെ ഇത് എടുത്തിടാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം നമ്മുടെ ഡോക്ടർ റോബിനും റിയാഫും കൂടെ ജയിലിൽ പോയപ്പോൾ മാലയുടെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയും അവസാനം ലാലേട്ടൻ അടുത്ത എപ്പിസോഡിലും അവരെ രണ്ടുപേരും നോമിനേഷൻ ഇടുകയും ചെയ്തു. അതുപോലെ വീണ്ടും അവരെ തന്നെ ജയിലിലിട്ട് അത് മുഴിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. അതുപോലൊരു സംഭവം ഇനി ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ബിഗ് ബോസ് ആണ്, ജയിലിൽ കിടന്നത് ജാസ്മിനാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ബിഗ് ബോസ് കണ്ണടച്ചേക്കാം. VIP അല്ലേ, ഇത്രയൊക്കെ ചെയ്താൽ മതി എന്ന് വിചാരിക്കുമോ എന്തോ. ഏതായാലും ജിൻഡോ ബിഗ് ബോസിന് ഒരു 8ൻ്റെ പണിയാണ് രാവിലെ കൊടുത്തിരിക്കുന്നത്. ഈ തൻ്റെ നേരെ വന്ന ബോള് അത് നേരെ അടിച്ച് ബിഗ് ബോസിൻ്റെ അണ്ണാക്കി കൊടുത്തിരിക്കുകയാണ്. അതിനി ബിഗ് ബോസാണ് തീരുമാനമെടുക്കേണ്ടത്. എങ്ങനെയുണ്ട് നമ്മുടെ ജിൻഡോയ്ക്കയുടെ ബുദ്ധി? അപാരം തന്നെ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇത് റേഞ്ച് വേറെയാണ്.